2022 പുറത്തിറങ്ങിയ ഒരു ഹൊറർ സസ്പെൻസ് ഡ്രാമയാണ് മോൺസ്റ്റേഴ്സ്. വെറും 6 എപ്പിസോഡുകൾ മാത്രമുള്ള ഈ സീരീസ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ജിൻയാങ് സിറ്റിയാണ് കാണിക്കുന്നത്. അവിടെ നിന്നും വർഷങ്ങളായി മണ്ണിനടിയിൽ കുഴിച്ചിട്ടിരുന്ന ഒരു സ്റ്റാച്ചു പുറത്തെടുക്കുവാണ്. അതിന്റെ കണ്ണ് എന്തൊക്കെയോ എഴുതിയ ഒരു തുണി കൊണ്ട് മറച്ചിരിക്കുവാണ്. ആ പ്രദേശത്തുള്ള സന്യാസികൾ ആ പ്രതിമയെ അവിടെ നിന്ന് എടുക്കരുതെന്ന് പറഞ്ഞെങ്കിലും അവരത് കേൾക്കുന്നേയില്ല. ഗവർണർ അവരോട് ആ തുണി അഴിച്ച് ആ പ്രതിമ വൃത്തിയാക്കാൻ പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം ജോലിക്കാരൻ വെള്ളമൊക്കെ ഒഴിച്ച് അത് കഴുകി. അങ്ങനെ ആ കണ്ണിലെ കെട്ടും അവൻ അഴിക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് അവന്റെ മുതലാളി വന്നിട്ട്, നീ എന്ത് ചെയ്യുവാ, പെട്ടെന്ന് വൃത്തിയാക്കി ആരും കാണാത്ത ഒരു സ്ഥലത്തേക്ക് അതിനെ കൊണ്ടുപോ, ആ കണ്ണ് കെട്ടിയിരിക്കുന്ന തുണി കൂടെ എടുത്തോ എന്ന് പറഞ്ഞ് ജോലിക്കാരന് കുറച്ച് പൈസ കൊടുത്തു. എന്നിട്ട് രണ്ടാളും ആ പ്രതിമയുടെ കണ്ണ് നോക്കി ഭയങ്കര വിചിത്രമായിട്ടുണ്ടല്ലോ അതിന്റെ കണ്ണെന്നും പറയുന്നുണ്ട്. അടുത്ത സീനിൽ ഒരു ടാക്സിക്കാരൻ വീട്ടിൽ നിന്നും ജോലിക്ക് പോകുവാണ്. അപ്പൊ അവന്റെ ഗർഭിണിയായ ഭാര്യ വന്നിട്ട്, നിനക്കിന്ന് ജോലിക്ക് പോവാതിരുന്നൂടെ, ഞാനിന്ന് പേടിപ്പിക്കുന്ന സ്വപ്നം കണ്ടു, പോരാഞ്ഞ് എന്റെ വയറും നല്ല വേദനയുണ്ട് എന്ന് പറഞ്ഞു. നീ അകത്തേക്കാരി പോയേ, ഞാൻ പെട്ടെന്ന് വരാന്ന് പറഞ്ഞ് അവളുടെ നിറവയറിലൊരു ഉമ്മ കൊടുത്ത് അവൻ അവിടെ നിന്ന് പോകുവാണ്. അവന്റെ പുറകെ തന്നെ നമ്മുടെ ജോലിക്കാരൻ വരുന്നുണ്ടായിരുന്നു. ജംഗ്ഷനിലെത്തിയതും ടാക്സിക്കാരനെ ഓവർടേക്ക് ചെയ്ത് അവൻ അവിടെ നിന്ന് പോയി. ആ മുതുക്ക് വണ്ടിയെങ്ങാനും തട്ടിയിരുന്നെങ്കിൽ അവന്റെ കാര്യത്തിൽ തീരുമാനമായേനെ. അതുകൊണ്ട് ടാക്സിക്കാരൻ ലോറിയെ നോക്കി ചീത്ത വിളിച്ചു. അപ്പോൾ കാറ്റടിച്ച് പ്രതിമയുടെ മൂടിയിരുന്ന തുണി പൊങ്ങുകയും ടാക്സിക്കാരൻ പ്രതിമയുടെ കണ്ണ് കാണുകയും ചെയ്തു. അവിടെ കട്ട് ചെയ്ത് അടുത്ത സീനിൽ ഒരമ്മയെയും മോനെയുമാണ് കാണിക്കുന്നത്. ഇത് ഹാൻഡോ ക്യോങ്, ഇതവന്റെ അമ്മ ഹാ സിയോഖി. ഇവർ ഒരു ചീഫ് ഓഫീസർ ആണ്. ഇവൻ അവന്റെ അമ്മയെ മൈൻഡ് ചെയ്യാണ്ട് വീട്ടിൽ നിന്നിറങ്ങി ഒരേ നടപ്പ്. അവന്റെ അമ്മയാണേലോ കാറെടുത്ത് അവന്റെ അടുത്തേക്ക് പോയി, വണ്ടി കയറട ചെറുക്ക, ഒന്നാമത് തന്നെ നീ താമസിച്ചു, എന്റെ കൂടെ വന്നില്ലേ നീ അപ്പോളജി ലെറ്റർ എഴുതി സ്കൂളിൽ കയറേണ്ടി വരും എന്ന് പറഞ്ഞ് ഫ്രണ്ട് ഡോറ് തുറന്നു കൊടുത്തു. ചെറുക്കൻ വലിയ താല്പര്യമൊന്നുമില്ലാണ്ട് പുറകിലെ ഡോറും തുറന്ന് ആറ്റിറ്റ്യൂഡും കാണിച്ചിരിപ്പായി. അവരുടെ കോൺവെർസേഷൻ കേട്ടാലേ മനസ്സിലാവും രണ്ടാളും അത്ര രസത്തിലല്ലാന്ന്. മോനായി പോയില്ലേ, എന്തു ചെയ്യാനാ. ഹാസിയുഖി മോനെയും കൊണ്ട് അവിടെ നിന്ന് പോയി. ഇനി നമ്മളെ കാണിക്കുന്നത് മെയിൻ ലീഡായ കി ഹൂനെയാണ്. അവനെ ഒരു പ്രൊഫസർ വിളിച്ചോണ്ട് സ്കൂളിലേക്ക് പോകുവാണ്. സ്കൂളിലെത്തി അവനവന്റെ മാഗസീനും യൂട്യൂബ് ചാനലും പിള്ളേർക്ക് പരിചയപ്പെടുത്തി. അപ്പോ അവിടേക്ക് പ്രൊഫസർ വന്ന് അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അവരെ കാണാനായി 2 മോങ്സ് വന്നിരിക്കുന്നു. നായകന്റെ മാഗസീനിൽ ഹാലസ്മ ടെമ്പിളിൽ നിന്നും കണ്ടെടുത്ത ഒരു ബുദ്ധ സ്റ്റാച്ചുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ സ്റ്റാച്ചുവിൽ എന്തോ തീയ ശക്തി ഉണ്ടായിരുന്നു. ആ സ്റ്റാച്ചു അതുകൊണ്ട് തന്നെ മന്ത്രങ്ങളൊക്കെ കൊണ്ട് അടക്കി വെച്ചിരുന്നു. എന്നാൽ അതിന്റെ ശക്തി കുറയാത്തത് കാരണം വേറൊരു പ്രതിമ നിർമ്മിച്ച് അതിൽ ക്രിയകൾ ചെയ്തു. ആ സ്റ്റാച്ചു ആണ് കഴിഞ്ഞ ദിവസം ഗവൺമെന്റ് പുറത്തെടുത്തത്. ഇവർ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അത് ആരും കാര്യമായിട്ട് എടുത്തില്ല. ആ സ്റ്റാച്ചുവിന്റെ ഒരു ഫോട്ടോ അവർക്ക് കിട്ടി. അതിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അവർക്കറിയണം. നായകൻ പറയുന്നുണ്ട്, ഇത് ടിബറ്റൻ ലാംഗ്വേജിലാണ് ചെയ്തിരിക്കുന്നത്, ഞാനിത് പഠിച്ച് പറഞ്ഞു തരാം, പക്ഷേ കുറച്ച് ചെലവ് വരും. മോങ്സ് അത് സമ്മതിക്കുകയും ചെയ്തു. അവർ പോയി കഴിഞ്ഞ് പ്രൊഫസർ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ പൈസ ചോദിച്ചതെന്ന്. അപ്പോൾ അവനും ജീവിക്കാൻ പൈസ വേണ്ടെന്ന് പറഞ്ഞു. പ്രൊഫസർ അവനെ നാളെ നടക്കാനിരിക്കുന്ന അക്കാദമിക് കോൺഫറൻസിന് ക്ഷണിച്ചു. എന്നാൽ അവൻ വരില്ല എന്ന് പറഞ്ഞു. നാളെ അവന്റെ ബർത്ത്ഡേ ആണ്. അന്ന് തന്നെയാണ് അവന്റെ മകളും മരണപ്പെട്ടത്. അവന്റെ ഭാര്യയുമായും അവനിപ്പോ നല്ല രസത്തിലല്ല. കൊറിയയിലെ തന്നെ ഏറ്റവും മികച്ച റിസർച്ചേഴ്സാണ് നമ്മുടെ കി ഹൂനും അവന്റെ ഭാര്യയും. ഇവനാണെങ്കിൽ ഇങ്ങനെ, അവളൊരു ഉൾപ്രദേശത്ത് ഒറ്റയ്ക്കുമാണ് ജീവിക്കുന്നത്. പ്രൊഫസർ അവനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവനാണെങ്കിൽ ഞാൻ ഓൾറെഡി മരിച്ചിരിക്കുവാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി. ഇനി നമ്മളെ കാണിക്കുന്നത് സോജിനെയാണ്. ഇവളാണ് കിഹുവിന്റെ ഭാര്യ. മകൾ മരിച്ചതിൽ പിന്നെ ഇവളാകെ നിരാശയോടെയാണ് ജീവിക്കുന്നത്. അന്ന് സിറ്റിയിൽ കറുത്ത മഴ പെയ്യുവാണ്. അന്തരീക്ഷമെല്ലാം ഇരുണ്ട് കാണപ്പെട്ടു. കിഹുൻ മോക്സ് കൊടുത്ത ആ ഫോട്ടോ വെച്ച് റിസർച്ച് ചെയ്യുവാണ്. എന്നാൽ അവന് കാര്യമായി ഒന്നും മനസ്സിലായില്ല. അതുകൊണ്ട് ആ ഫോട്ടോയും ഡീറ്റെയിൽസും അവന്റെ ഭാര്യ സോജിന് അയച്ചു കൊടുത്തിട്ട്, ഇത് അത്യാവശ്യമാണ്, സമയമുണ്ടെങ്കിൽ ഇതെന്താണെന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. നായികയും ആ മെയില് തുറന്ന് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുവാണ്. ദി ഹാർട്ട് എന്നാണ് അവൾക്ക് അതിൽ നിന്ന് മനസ്സിലായത്. ആ സ്റ്റാച്ചു കൊണ്ടുപോയ ട്രക്ക് ഡ്രൈവർ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാനായിട്ട് കയറി. കുറച്ചു സമയം കഴിഞ്ഞതും അവന്റെ കണ്ണ് വല്ലാണ്ടാവുന്നു. അതുകൊണ്ട് അവൻ മുഖം കഴുകാനായി പോയി. അവിടെ വെച്ച് അവൻ അവന്റെ അച്ഛനെ കാണുന്നു. അച്ഛൻ അവനോട് പൈസ ചോദിച്ചു വരുന്നത് കണ്ട് അവൻ പാനിക് ആവാൻ തുടങ്ങി. പുറത്തിറങ്ങിയതും ഹോട്ടൽ ഓണറിനെയും അവന്റെ അച്ഛനായി കാണുന്നു. അവൻ അതുകൊണ്ട് അയാളെ തല്ലാനും ഇടിക്കാനും തുടങ്ങി.
ഇതിനോടകം അവന്റെ കണ്ണുകൾ വെള്ളയായതും നമുക്ക് കാണാം. അടുത്ത സീനിൽ നമ്മൾ ആദ്യം കണ്ട പോലീസുകാരിയെയും മോനെയും കാണിക്കുന്നു. ഹാസിയൂക്ക് മോന് ഒരു ആപ്പിൾ കൊടുത്തെങ്കിലും അവനത് വാങ്ങുന്നില്ല. അവർ ദേഷ്യപ്പെട്ട് മകന്റെ ഫോണ് വാങ്ങി. ശേഷം അവന്റെ സ്കൂളിലെ ടീച്ചർ പറഞ്ഞ പ്രകാരം കമ്മ്യൂണിറ്റി സർവീസിന് പൊക്കോണമെന്ന് പറഞ്ഞു. അവനിത് കേട്ട് ദേഷ്യപ്പെട്ട് റൂമിലേക്ക് പോയി. ഈ സമയം അവർക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോള് വരുന്നു. അതുകൊണ്ട് അവർ വേഗത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുവാണ്. പോകുന്ന വഴിക്ക് അവരുടെ ഓപ്പോസിറ്റ് ഒരു ടാക്സി ചീറിപ്പാഞ്ഞു വരുന്നു. ടാക്സി ഡ്രൈവറിന്റെ കണ്ണുകൾ വെളുത്താണ് ഇരിക്കുന്നത്. ഹാസിയൂക്ക് വണ്ടി വെട്ടിച്ച് സ്റ്റേഷനിലെത്തി. അവരിറങ്ങി നോക്കിയപ്പോ കാറിന്റെ ചില്ല് പൊട്ടിയിട്ടുണ്ട്. കാരണം ബുദ്ധന്റെ മുഖം പോലെ തോന്നിക്കുന്ന വിചിത്രമായ ഒരു ഐസ് ക്യൂബാണ്. സ്റ്റേഷന്റെ ഉള്ളിൽ ട്രക്ക് ഡ്രൈവറിനെ കണ്ട് ഇവൻ നല്ല പയ്യനല്ലേ, എന്തിനാ കെട്ടിയിട്ടിരിക്കുന്നതെന്ന് അവർ പറഞ്ഞതും അവൻ ആ ബെഞ്ചിലിരുന്ന് ഒച്ച വെക്കാൻ തുടങ്ങി. അവന്റെ വായിൽ നിന്ന് നുരയും പതയും വരുന്നത് കണ്ട് ഹാസിയൂക്ക് അവനോട് എന്ത് പറ്റി, നീ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. അവനപ്പോൾ കൂടുതൽ വയലന്റായി അവന്റെ എല്ല് പുറത്തേക്ക് വന്നു. എല്ലാവരും കൂടി വേഗം അവനെ പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അടുത്ത ദിവസം മോളുടെ സാധനങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്ന നായികയെ അവളുടെ അയൽക്കാരി നിർബന്ധിച്ച് കൺട്രി ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാണ്. കഴിഞ്ഞ ദിവസം പെയ്ത കറുത്ത മഴയിൽ ഒരുപാട് കൃഷിനഷ്ടം നാട്ടുകാർക്കുണ്ടായി. ഇത് കാരണം ഗവർണറിനെ കണ്ട് സംസാരിക്കാൻ നാട്ടുകാരെല്ലാം കൂടെ കൺട്രി ഓഫീസിലേക്ക് പോകുന്നു. അവിടെ എത്തിയ നായിക ബുദ്ധന്റെ പടമുള്ള ഒരു ബാനർ കാണുവാണ്. കണ്ടെടുത്ത ബുദ്ധനെ ഗവൺമെന്റ് എക്സിബിഷൻ പോലെ എല്ലാവർക്കും കാണാനായി വെച്ചേക്കുവാണ്. ഇതുവഴി അങ്ങോട്ടേക്ക് ഒരുപാട് ടൂറിസ്റ്റുകളെ ആകർഷിക്കാം. സോ അവൾ അകത്ത് കയറിയതും ആ ബുദ്ധന്റെ സ്റ്റാച്ചു കാണുന്നു. ഇത് കണ്ടവൾ ഷോക്കാവുന്നത് കാണിച്ചുകൊണ്ട് ഫസ്റ്റ് എപ്പിസോഡ് തീരുന്നു. അടുത്ത എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യൂ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.